ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ബാംഗ്ലൂർക്കുള്ളൊരു യാത്രയാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് പാലക്കാട് പോകണം. ആദ്യം പാലക്കാട് നിന്നാണ് നമ്മുടെ ട്രെയിൻ. നമ്മളിന്ന് ഗരീബ് രഥ് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അപ്പോൾ പാലക്കാട്ടേക്കുള്ള യാത്രയാണ് ആദ്യം. പാലക്കാട് എത്തിയിട്ട് അവിടുന്ന് ഗരീബ് രഥ് എക്സ്പ്രസ് കയറി ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൻപുറത്തെ വഴികളുടെ ഒരു പ്രത്യേകതയാണത്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ ടോർച്ചൊക്കെ പിടിച്ചാണ് റോഡിലൂടെ ഉള്ളത്. അങ്ങനെ ഞാൻ പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറി. KSRTCയിലാണ്. പാലക്കാട് വന്ന് ഇറങ്ങി. പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടായിരുന്നു നമ്മൾ വന്നിറങ്ങിയ ബസ്. നമ്മളെ കൊണ്ടുവന്ന് വിട്ടിട്ട് KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് അങ്ങനെ പാലക്കാട് സ്റ്റാൻഡിലേക്ക് യാത്ര പോകുന്നത്. അപ്പം നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ എന്നുള്ള ബോർഡും ZDM 530 നിൽക്കുന്നുണ്ട്. കാവലായിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്കെന്നാൽ പിന്നെ പതുക്കെ റെയിൽവേ സ്റ്റേഷനും കൊണ്ട് നടക്കാം. ഇതാണ് നമ്മുടെ നാരോ ഗേജ് ലോക്കോമോട്ടീവ്. നമ്മൾ നാരോ ഗേജ് ലൈനിൽ 2 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം നെരാളിൽ നിന്ന് മാഥേറാനിലേക്കും, അതുപോലെ ഒരു പ്രാവശ്യം ബിലിമോറയിൽ നിന്ന് വാഗയിലേക്കും. ഇത് പണ്ട് എനിക്കൊന്ന് ബിലിമോറ ലൈനിലെങ്ങാണ് ഓടിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. വഡോദര ഡിവിഷനാണ് എഴുതിയിരിക്കുന്നത്. പ്രതാപ് നഗർ ജാംബുസർ ജംഗ്ഷനിലാണ് ഇത് ഓടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ നമുക്കെന്നാൽ പതുക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനോട് പോകാം. നമ്മളിന്ന് ബാംഗ്ലൂർക്കാണ് യാത്ര പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് ഉള്ളിലോട്ട് കയറാം. ഇതാണ് പാലക്കാട് ജംഗ്ഷൻ. നാട്ടുകാരെ ഓലവക്കോട് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. കാര്യം ഇത് ഓലവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ കാര്യം ശരിക്കുള്ള പാലക്കാട് ടൗൺ പ്രോപ്പർ ഇവിടുന്നൊരു 5 കിലോമീറ്ററും കൂടെ പോകണം. പാലക്കാട് പ്രോപ്പർ ടൗണിൽ നിന്ന് പുറത്തായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സ്വന്തം പാലക്കാട് ജംഗ്ഷൻ. നമ്മൾ ഇവിടെ നിന്നാണ് ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ കയറാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടുന്ന് 12258 തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര. എന്നറിയില്ല, അതിന് AC 3 ടയർ മാത്രമേ ഉള്ളൂ. വണ്ടി ഇവിടുന്ന് 12 മണിക്കാണ് വരിക. ഇപ്പോൾ സമയം 10:15 നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻ കാണിച്ചു തുടങ്ങിയിട്ടില്ല. അതിന് സമയമുണ്ട്, വണ്ടി വരെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ പ്ലാറ്റ്ഫോമിലോട്ട് കയറിയിട്ട് നമ്മുടെ പുതിയ AC വെയിറ്റിംഗ് റൂമിൽ പോയി ഇരിക്കാം കുറച്ച് നേരം. ഇവിടെ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ 2 AC വെയിറ്റിംഗ് റൂമുകളുണ്ട്. ഒരെണ്ണം ആ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2-3. നമുക്ക് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 പുതിയത് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. അതിന് തൊട്ടടുത്താണ് എസ്കലേറ്ററൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് കയറി നേരെ നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിൽ പോവുകയും ചെയ്യാം. ഈ കിടക്കുന്ന തിരുച്ചെന്തൂർ പാലക്കാട് എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. നാളെ രാവിലെ ഇത് പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആയിട്ട് പോകും. ഇത് കിടക്കുന്ന നേരെ നമ്മുടെ AC വെയിറ്റിംഗ് റൂമിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് ഇതാണ് പുതിയ പാലക്കാട് ജംഗ്ഷൻ AC വെയിറ്റിംഗ് ഹാള്. അപ്പോൾ അതൊക്കെ അതിനകത്ത് കയറാം. 30 രൂപയാണ് ഇവർ പറയുന്നത്. 30 രൂപ അത്ര കൂടുതലൊന്നുമില്ല. എനിക്ക് ഇതിനകത്ത് കയറിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ AC വെയിറ്റിംഗ് റൂമിലെത്തി. ഇതാണ് AC വെയിറ്റിംഗ് റൂം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ഈ സീറ്റുകൾ ഞാൻ ഇറങ്ങാൻ നേരം കാണിച്ചു തരാം. നല്ല രസമുണ്ട്, സുഖമാണ്. 30 രൂപയാണ് റേറ്റ്. 30 രൂപയ്ക്ക് എനിക്കൊന്നത് വർത്താന്ന് തോന്നുന്നു. നല്ല കുഷ്യനുള്ള സോഫയൊക്കെയാണ്. നല്ല അടിപൊളി സീറ്റിംഗ് കേട്ടോ ഇതിനകത്ത്. ഇതാണ് നമ്മുടെ AC വെയിറ്റിംഗ് റൂമിൻ്റെ സീറ്റ്. നല്ല പുഷ് ബാക്ക് ആയിട്ടുള്ള സോഫയാണ്. സൂപ്പറായിട്ടുള്ള സോഫയാണ്. ഇതിനകത്ത് ഒരു TV അങ്ങനെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു സ്റ്റോളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. സംഭവം മൊത്തത്തിൽ കൊള്ളാം. 30 രൂപയ്ക്ക് വർത്താണ്. ഈ ഫെസിലിറ്റി അബ്സല്യൂട്ട്ലി വർത്ത് ആട്ടോ. 30 രൂപയ്ക്ക് നല്ല അടിപൊളി ഫെസിലിറ്റിയാണ്. 30 രൂപയ്ക്ക് തീർച്ചയായിട്ടും
ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫെസിലിറ്റിയാണ്. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. നമ്മൾ ട്രെയിൻ വരാണെങ്കിൽ കുറച്ച് സമയം കൊണ്ടുള്ളൂ. വണ്ടി ഒറ്റപ്പാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം താമസിച്ചത് ഇവിടെ എത്തും. നമുക്കെന്നാൽ പെട്ടെന്ന് പ്ലാറ്റ്ഫോം 4-5 പോയേക്കാം. അപ്പം ഞാനൊന്ന് പ്ലാറ്റ്ഫോം 4-5 എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി 4 അല്ലെങ്കിൽ 5 വരിക. ഉടനെ 5 കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് വരും. നമ്മുടെ വണ്ടി കൊണ്ട് 5 പോകാൻ സാധ്യതയുണ്ട്. മീൻവെൽ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ വണ്ടി വന്നിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ് ആണ്. റോയപുരത്തിൻ്റെ 30562 ആണ്. നല്ല ഭംഗിയുള്ള ബോർഡുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വൃത്തിയുള്ള ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മീൻവെൽ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതിന് മുകളിലൊരു ഇത് കണ്ടു. ഇവിടുത്തെ സ്റ്റേഷനിലെ ട്രെയിനുകളുടെ പോസ്റ്റ് പൊസിഷൻ അറിയാനെന്നും പറഞ്ഞൊരു വെബ്സൈറ്റ്. ഈ QR കോഡ് സ്കാൻ ചെയ്യുകൊണ്ട് ഇവിടുത്തെ കുറേ ട്രെയിനുകളിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ബോർഡിൽ ജസ്റ്റ് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇതിലിത് ആദ്യം നമ്മുടെ വണ്ടി തന്നെയാണ്. പ്ലാറ്റ്ഫോം 4 വരുമെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ കോച്ച് പൊസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ കോച്ച് പൊസിഷൻ കാണിക്കുന്നത്. ഞാൻ G3 ആണ്, 15th കോച്ചാന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ വരുന്ന എല്ലാ വണ്ടികളും കാണിക്കുന്നുണ്ട്. അക്യുറേറ്റ് ആണോ എന്നറിയില്ല. സംഭവം ഉണ്ട്, എന്തായാലും സംഭവം കൊള്ളാം. കേട്ടില്ലേ? 12258 യശ്വന്ത്പൂർ ഗരീബ് രത്ത് വിൽ അറൈവ് ഷോർട്ട്ലി ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 5. പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്ത് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വണ്ടി. സമയം 11:30 ആയിട്ടുള്ളൂ. 12:07 ഇവിടുത്തെ അറൈവൽ ടൈം. അപ്പോൾ അരമണിക്കൂറിന് മേലെ ഹെഡ് ഓഫ് സ്കെഡ്യൂൾ കയറി വരുന്നു നമ്മുടെ വണ്ടി. അപ്പുറത്തെ എൻ്റെ കോച്ച് 15ാമത്തെ കോച്ചെന്ന് പറയുന്നത്. അപ്പുറത്തെ 15. ഞാൻ 16 നിൽക്കുന്നത്. LHB കോച്ചിൻ്റെ കുറച്ച് നീളം കൂടുതലായിരിക്കും. ഈ ആടിക്കിടക്കുന്ന മെമ്മു പാലക്കാട് ടൗൺ കോയമ്പത്തൂർ മെമ്മു ആണ്. അതായത് ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് ടൗൺ വന്ന മെമ്മു ആണ്. നാളെ രാവിലെ ഇത് വീണ്ടും പാലക്കാട് ടൗൺ പോയിട്ട് കോയമ്പത്തൂരിലേക്ക് പോകും. അതിനപ്പുറത്തായിട്ട് നമ്മുടെ നിലമ്പൂരിൻ്റെ റേക്കും കിടക്കുന്നുണ്ടാവും. നമ്മുടെ വണ്ടി ജസ്റ്റ് പ്ലാറ്റ്ഫോമിൽ കയറി വരുന്നുണ്ട്. ജനറേറ്റർ ഓണാണ്. അതിനകത്ത് നോൺ HOG ലോക്കോ ആണെന്നാണ്. ഇതർ HOG നോൺ HOG ലോക്കോ ആണ്, അല്ലെങ്കിൽ ലോക്കോയുടെ HOG ഫെയിലിയറാണ്, അല്ലെങ്കിൽ കോച്ചിൻ്റെ HOG കൺട്രോൾ ഫെയിലിയറാണ്. എന്തോ ഒന്നുണ്ട്. എന്തുവാണെങ്കിലും ജനറേറ്റർ ഓടിച്ചുകൊണ്ടിരുന്നത്. ആദ്യം തന്നെ ലോക്കോ ആണ്. 37662. അപ്പോൾ നമ്മുടെ റേക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിന്ന് G3-ലാണ്. ഒരു സൈഡ് ലോവർ ബർത്താണ്. ആക്ച്വലി ഞാൻ ഈ വണ്ടിക്ക് പോകാനല്ലായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ മറ്റൊരു വണ്ടി അത് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ സഡനായിട്ടൊന്ന് മനസ്സ് മാറി ഇതിന് ടിക്കറ്റ് എടുത്തത്. അത് ഇതിന് പ്രീമിയം തത്കാലാണ് ടിക്കറ്റ് എടുത്തത്. പ്രീമിയം തത്കാലം ടിക്കറ്റൊക്കെ എടുത്തു. ഇന്ന് ചാർട്ടായപ്പോൾ 54 സീറ്റ് എങ്ങാണ്ട് 60 സീറ്റിന് മേലെ കാലി ഉണ്ടായിരുന്നു കറണ്ട് റിസർവേഷനിൽ. വെറുതെ എൻ്റെ തത്കാൽ പ്രീമിയം പോയി കിട്ടി. സാരമില്ല. നമ്മൾ ഈ ട്രെയിനിൽ അവസാനം യാത്ര ചെയ്യുമ്പോൾ ICF കോച്ചായിരുന്നു. അന്ന് ഞാൻ സൈഡ് മിഡിൽ ബർത്തിലായിരുന്നു എൻ്റെ യാത്ര. ഇന്നിപ്പോൾ LHB ആയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ യാത്രയാണ്. അപ്പോൾ സൈഡ് ലോവർ ബർത്താണ് ഇപ്രാവശ്യം. കഴിഞ്ഞ വർഷം സൈഡ് മിഡിലായിരുന്നു. ഇപ്രാവശ്യം സൈഡ് ലോവർ ബർത്താണ്. അല്ല, G3 അതിൻ്റെ അപ്പുറത്താണ് വന്നത്. 16 കഴിഞ്ഞിട്ട് G3 വന്നത്. ഇതാണ് എൻ്റെ കോച്ച് G3. ഒന്ന് കോച്ച് നമ്പറൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് നമ്മുടെ കോച്ച്. ഇപ്പോൾ ഗരീബത്തിലേക്ക് AC 3 tier എക്കണോമി കോച്ചസാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് G3 കോച്ച്. ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ വർക്കിംഗ് ആണ്. തിരുവനന്തപുരം, ഉത്തര, കൊച്ചുവേളി, യശ്വന്ത്പൂർ എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് 223587 ആണ് എൻ്റെ കോച്ച് നമ്പർ. ഇപ്പോൾ 2022 ബിൽറ്റാണ്. മീൻവെയിൽ നമ്മുടെ മൈസൂർ എക്സ്പ്രസ് പുറപ്പെട്ടു പോകണം. അപ്പോൾ അങ്ങനെ മൈസൂർ എക്സ്പ്രസ് പുറപ്പെട്ടു. നമ്മളിനി ഏകദേശം 12:10 വരെ ഇവിടെ കിടക്കാം. സമയം ഇപ്പോൾ 11:34 ആയതേ ഉള്ളൂ. 12 മണി കഴിയുന്നവരെ നമ്മളിവിടെ കിടക്കും.
ഇൻ ദ മീൻ ടൈം നമ്മുടെ ഹിംസാഗർ എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവുകയും ചെയ്യും. കട്ടറയിലേക്ക് പോകുന്ന ഹിംസാഗർ എക്സ്പ്രസ് അല്പനേരത്തിനുള്ളിൽ വന്ന് നമ്മുടെ ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയും ചെയ്യും. ഫ്രഷ് ബെഡുകളൊക്കെ സീറ്റിലുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഉൾവശം. ഇതാണ് എൻ്റെ ബർത്ത്. അപ്പോൾ ഞാനകത്ത് കയറി ജസ്റ്റ് എൻ്റെ ലഗേജൊക്കെ വെച്ചൊന്ന് സെറ്റിൽ ആകുമ്പോഴേക്കും ഇപ്പുറത്ത് ലാലാഗുഡിയുടെ 39359 ആണെന്ന് തോന്നുന്നു. ഇത് തിരുപ്പതി കൊല്ലം എക്സ്പ്രസ്സാണ്. അതുമായിട്ട് ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 3 കയറി വന്നു. ഞാൻ പറഞ്ഞു നമ്മളിവിടുന്ന് 12:10 പോവുള്ളൂ. ഇപ്പോൾ സമയം 11:40. ഇനി അരമണിക്കൂർ കൊണ്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഹിംസാഗർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും. അതുവരെ നമ്മളിവിടെ കിടക്കും. ഇൻട്രസ്റ്റിംഗ്, നമ്മുടെ ട്രെയിനിൻ്റെ ബാക്കിൽ ജനറേറ്റർ ഓണാണ്. 2 ജനറേറ്ററും കൂടി എന്തിനാണ് ഓടുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ HOGയുടെ അല്ല പ്രശ്നം, വേറെന്തോ പ്രശ്നമാണ്. 2 ജനറേറ്റർ റണ്ണിങ് കാണാം. ഇതാണ് നമ്മുടെ ട്രെയിന്, ഗരീബ് രഥ് എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്തിൽ നിന്നും യശ്വന്ത്പൂരിലേക്ക് പോകുന്ന വണ്ടി. ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് ബാക്കിലൂടെ നടന്നു വന്നതാണ്. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യസ് ലോങ്ങസ്റ്റ് ട്രെയിനായിരുന്ന ഹിംസാഗർ എക്സ്പ്രസ് ആ പ്ലാറ്റ്ഫോം നമ്പർ 4 കടന്നു വരികയാണ്. ഇതാണ് 16319 എന്ന് തോന്നുന്നത്. നമ്പർ ഇപ്പോൾ എനിക്ക് നമ്മുടെ ഓർമ്മ കിട്ടുന്നുണ്ട് സമയമായിട്ട്. കന്യാകുമാരിയിൽ നിന്ന് ശ്രീമാത വൈഷ്ണോദേവി കട്ടറയിലേക്ക് പോകുന്ന ഹിംസാഗർ എക്സ്പ്രസ്സാണ്. ഈ റോഡിൻ്റെ 37319 ആണ്. വലിയ മോശമില്ലാത്ത ബോർഡാണ് നാഗർകോവിൽ ബേസ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇവൻ പോയിട്ട് നമ്മൾ പോവുള്ളൂ. സമയം 11:56 ആയിട്ടുള്ളൂ. നമുക്ക് 12:10 നമ്മൾ പോവുള്ളൂ. സമയം 12:10 നമ്മുടെ ഡിപ്പാർച്ചർ ടൈം. നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല. മീൻ വൈൽ AC സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ ട്രിവാൻഡ്രം AC സൂപ്പർ ഫാസ്റ്റ് കയറി വരുന്നുണ്ട്. ആ വണ്ടി ഇന്ന് കോട്ടയം വഴിയാണ് പോകുന്നതെന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതാണ് അത് കയറി വരുന്നത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ. ഹിംസാഗർ ഇപ്പോൾ പോയുള്ളൂ. ഹിംസാഗർ 12:09 പോയത്. അവനിതുവരെ ഫുള്ള് പുറത്തു വരില്ല. 37387 ഈ റോഡിൻ്റെയാണ് ലോക്കോ. അതാണ് ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർ ഫാസ്റ്റ്. ഇതിന് നമ്മളൊരു N20 യാത്ര തിരുവനന്തപുരം സെൻട്രൽ ടു ചെന്നൈ സെൻട്രൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ACയിൽ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡിപ്പാർച്ചർ ആയിട്ടില്ല. മിക്കവാറും ഹിംസാഗർ പുറത്തിറങ്ങി അവനൊരു ബ്ലോക്ക് കടന്നാലേ നമ്മളെ വിടാൻ സാധ്യതയുള്ളൂ. അതിനിപ്പോൾ അവനെ A ലൈൻ വഴി വിട്ട് നമ്മളെ B ലൈൻ വഴി വിടുമോ എന്നെനിക്ക് അറിയില്ല കേട്ടോ. ഏകദേശം 1.25 മണിക്കൂറും നേരത്തെ കയറി വന്ന വണ്ടിയാണ്. നമ്മളത് ഇപ്പോഴും ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഗാർഡ് അവിടെ വാക്കി ടോക്കിലാണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്നൊരു പിടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ല, മറ്റേ ഹിംസാഗർ പുറപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹിംസാഗർ കോട്ടക്കാടെങ്കിലും കടക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ, പുറപ്പെടാൻ തോന്നുന്നു. കറക്റ്റ് പുറപ്പെട്ടു. ഞാൻ ഗാർഡ് വിസിലടിക്കുന്ന കേട്ടായിരുന്നു. വളവിലായിട്ട് ഗാർഡനിലെ ലൈറ്റ് സിഗ്നൽ കാണാൻ വയ്യ. നമ്മൾ പുറപ്പെട്ടിരിക്കുന്നു. സമയം ഇപ്പോൾ 12:19. വണ്ടി 9 മിനിറ്റ് ലേറ്റായിട്ട് പാലക്കാട് ജംഗ്ഷനിൽ പുറപ്പെട്ടിരിക്കുകയാണ്. അതിനർത്ഥം ഹിംസാഗർ എക്സ്പ്രസ് മിക്കവാറും കോട്ടക്കാട് കടന്നിട്ടുണ്ടാവും. AC സൂപ്പർ ഫാസ്റ്റ് ഗാർഡ് വാൻ കഴിഞ്ഞിട്ട് 2 MT കോച്ചും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 2 AC 3 ടയർ കോച്ചസാണ്. മിക്കവാറും പെരമ്പൂരിൽ POH കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തേക്ക് എറണാകുളത്തേക്ക് വല്ലതും പോകുന്നതായിരിക്കും. ഒന്ന് AC 3 ടയറും ഒന്ന് എക്കണോമിയാണ്. മീനുമായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ വന്ദേ ഭാരത് സ്റ്റോപ്പ് ഹിയർ ബോർഡൊക്കെ വന്നിട്ട് 8ാമത്തെ കോച്ച് പൊസിഷൻ എടുത്താണ് വന്ദേ ഭാരത് സ്റ്റോപ്പ് ഹിയർ വന്നിരിക്കുന്നത്. പാലക്കാട് വഴി ഇപ്പോൾ റെഗുലർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടല്ലോ. ഇന്നെന്തോ സീനുണ്ടല്ലോ. മറ്റേ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് കോട്ടയം വരെ പോകുമെന്ന് അനൗൺസ് ചെയ്തു. AC സൂപ്പർ ഫാസ്റ്റ് ആലപ്പുഴയ്ക്ക് വരാൻ കോട്ടയം വഴി പോയിട്ട് കോട്ടയം വരെ പോകുമെന്ന് അറിയിക്കുന്നു. എന്തോ പ്രശ്നമുണ്ടല്ലോ ഇന്നും. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ പുറത്തിറങ്ങി. എൻ്റെ പ്ലാൻ എല്ലാ സ്റ്റേഷനും കാണിക്കണം എന്നാണ്. പക്ഷെ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം.
അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂരിലേക്ക് എത്തുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി പാലക്കാട് പോയിട്ട്, പക്ഷേ അത്ര നന്നായിട്ട് ഉറങ്ങിയൊന്നുമില്ല. ഞാൻ കോയമ്പത്തൂർ എത്തുമ്പോൾ കാണിക്കണം എന്നുള്ള ഇത് തന്നെയായിരുന്നു. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനോട്ട് കയറുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് കാച്ചിഗുഡ മുരുടേശ്വർ എക്സ്പ്രസ് ആയിരുന്നു. ഇത് കണ്ടു നമ്മുടെ കോച്ചിൻ്റെ ഇത് എന്താ പറയുക, ബിൽഡേഴ്സ് പ്ലേറ്റ് അല്ല, ശരിക്കും കോച്ചിൻ്റെ കപ്പാസിറ്റി കാണിക്കുന്ന പ്ലേറ്റാണ്. ഇത് LWACC NEOG GR എന്നാണ്. ഇത് ഗരീബത്തിന് വേണ്ടിയാണ് ശരിക്കും എക്കണോമിക് കോച്ചുകൾ ഡിസൈൻ ചെയ്തത്. 83 ബർത്തായിരുന്നു ഡിസൈൻ ചെയ്തപ്പോൾ. പിന്നീടാണ് 3 ബർത്ത് അവർ ലിനൻ കമ്പാർട്ട്മെൻറ്റ് കൺവേർട്ട് ചെയ്ത് 80 ബർത്തായത്. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാൻ പോകണം. അതിന് മുമ്പുള്ള പെരിയകുളത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്ന് കുറച്ച് ലൈറ്റ്സൊക്കെ ഓഫാണ്, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ഭംഗിയാണ് ഇവിടെ കാണാൻ. എനിക്കൊന്ന് പകുതി ലൈറ്റുകൾ അവർ ഓഫ് ചെയ്തിരിക്കാൻ തോന്നുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു റെയിൽ കോച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം 3യിലേക്കാണ് കയറുന്നത്. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ടീ ഗാർഡൻ എക്സ്പ്രസ്, എറണാകുളത്തേക്കുള്ള ടീ ഗാർഡൻ എക്സ്പ്രസ് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അത് പ്ലാറ്റ്ഫോം നമ്പർ 2 മാംഗ്ലൂർ ഇൻ്റർസിറ്റിയും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ പ്ലാറ്റ്ഫോം നമ്പർ 4 കിടക്കുന്നത് ചെന്നൈ ഇൻ്റർസിറ്റിയുടെ റേക്കാണ്. സമയം 1:47. നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറപ്പെടാനുള്ള പച്ച സിഗ്നൽ അതാ നമ്മൾ അനങ്ങി തുടങ്ങി. ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോം 3യും അതുപോലെ പ്ലാറ്റ്ഫോം 1ഉം, ഈ 2 പ്ലാറ്റ്ഫോമുകളിലും രാത്രി മുഴുവൻ 2 ഡയറക്ഷണൽ ട്രെയിനുകളുണ്ട്. കാര്യം കേരളത്തിൽ നിന്ന് ചെന്നൈ സൈഡിലോട്ടൊക്കെ പോകുന്ന ട്രെയിനുകൾ രാത്രി മുഴുവനുണ്ട്. ഇപ്പോൾ ചെന്നൈ, നമ്മുടെ തൊട്ട് പുറകെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അതിൻ്റെ പുറകെ മറ്റേ കാരേകാൽ എക്സ്പ്രസ് ഉണ്ട്, വേറെ വണ്ടികളുണ്ട്, ചറപറാന്ന് വണ്ടികളുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കേരള സൈഡിലോട്ട് വണ്ടികൾ ചറപറാന്ന് പോകുന്നുണ്ട്. അതൊക്കെ പ്ലാറ്റ്ഫോം 1ൽ കൂടെ പോകും. ചെന്നൈ സൈഡിലോട്ട്, അതായത് ഈറോഡ് സൈഡിലേക്കുള്ള വണ്ടികളൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ 3 കൂടെ പോകും. എനിക്കപ്പോൾ വളരെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷൻസ്, അതായത് ഈറോഡും സേലവും കാണിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വണ്ടിക്ക് തിരുപ്പൂർ സ്റ്റോപ്പില്ല, തിരുപ്പൂർ സ്കിപ്പാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ തിരുപ്പൂർ സ്കിപ്പ് ബർത്തിനെങ്കിലും ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
നേരത്തെ പറഞ്ഞാൽ ഈ കിടക്കുന്നത് ചെന്നൈക്കുള്ള ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്, കോയമ്പത്തൂർ ചെന്നൈ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഈ ട്രെയിൻ ഒരു എൻഡ് ടു എൻഡ് ഷെഡ്യൂൾ എനിക്ക് ഭയങ്കര എൻഡ് ടു എൻഡ് ട്രിപ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത് പഴയ ശതാബ്ദിയുടെ സ്കെഡ്യൂളാണ്. ശതാബ്ദിയുടെ സ്പീഡൊന്നും ഇപ്പോൾ ഇല്ല, എന്നാലും എനിക്ക് എൻഡ് ടു എൻഡ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതിന് ഇന്നത്തെ ലോക്കൽ എന്ന് പറയുന്നത് ഈറോഡിൻ്റെ 39485 ആണ്. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ പിറ്റ് ലൈനിൽ വന്ദേ ഭാരത് കിടക്കുന്നുണ്ടായിരുന്നു. തിരുപ്പൂർ സ്കിപ്പാണ് ഈ ട്രെയിനിന്. തിരുപ്പൂർ ഹോൾട്ടില്ല. എനിക്കൊന്ന് ആദ്യമായിട്ടൊന്ന് നമ്മുടെ ചാനലിൽ തിരുപ്പൂർ സ്കിപ്പ് കാണിക്കുന്നത്. നമ്മളിതുവരെ പോകുന്ന എല്ലാ വണ്ടിക്കും തിരുപ്പൂർ ഹോൾട്ട് ഉണ്ടാവാറുണ്ട്. ഗുഡ് മോർണിംഗ് ഫോക്സ്. നേരം വെളുത്തു. ഞാൻ ആക്ച്വലി തിരുപ്പൂർ സ്കിപ്പ് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഈറോഡ് കാണിക്കാം എന്ന് വെച്ച് പോയി കിടന്നതിൽ ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഉണർന്നപ്പോൾ വണ്ടി സേലം കഴിഞ്ഞ് ടുവേർഡ്സ് നമ്മുടെ ഓമല്ലൂരിൽ എനിക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നൊന്നും കാണിക്കാനില്ലാണ്ട് കുറച്ച് നേരം കൂടി പോയി കിടന്നു. ധർമ്മപുരി ആകുമ്പോഴേക്കും എന്തായാലും എൻ്റെ വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞു പോയി. സമയം ഇപ്പോൾ 7 മണിയായി. നമ്മളെനിക്കൊന്ന് ഹൊസൂരിനൊക്കെ അടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. അടിപൊളി വളവിലാണ് നമ്മൾ. നല്ല മഞ്ഞ് കൂടിയ മലകളൊക്കെ കാണാനുണ്ട് ദൂരെ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഈ സെക്ഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് സ്പീഡ് റെസ്ട്രിക്ഷനാണ്. ചറ സ്പീഡ് റെസ്ട്രിക്ഷനാണ് മല കാരണം. रायकोटे स्टेशन है, रायकोटे.
ഭംഗിയുള്ള റൂട്ടാണിത്. നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വീഡിയോ നമ്മൾ ഈ റൂട്ട് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കവർ ചെയ്യാൻ പറ്റാണ്ട് പോയ കുറച്ച് ഏരിയാസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഹൊസൂർ മുതൽ യശ്വന്ത്പൂർ വരെയുള്ള സ്ട്രെച്ച്. ഈ റൂട്ട് മൊത്തം ഇങ്ങനത്തെ വളവുകളാണ്. ഈ സ്ട്രെച്ചിൻ്റെ, അതായത് ഹൊസൂർ മുതൽ ധർമ്മപുരി വഴി സേലം വരെയുള്ള ഓമലൂർ വരെയുള്ള സ്ട്രെച്ചിൻ്റെ ഡബിളിങ്ങിൻ്റെ കാര്യമായിട്ട് നടപടികളൊന്നും ആയിട്ടില്ല. എൻ്റെ അറിവിൽ DPR വരെ ആയിട്ടുള്ളൂ, അതായത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് വരെ ആയിട്ടുള്ളൂ. ഈ ഒരു സ്ട്രെച്ചിന് ഡബിളിങ് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല. കാര്യം നല്ല 2 ചുരങ്ങളുണ്ട്, നല്ല 2 ഗാർഡ് സെക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡബിളിങ് അത്യാവശ്യം പണിയെടുക്കും. പക്ഷേ ഇത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമുണ്ട്. കാര്യം നമ്മുടെ ജോലാർപേട്ട വരെയുള്ള ലൈനിനെക്കാട്ടും ദൂരം വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഈ ഘാട്ട് സെക്ഷൻ ഉള്ളതുകൊണ്ടുള്ള സ്പീഡ് റെസ്ട്രിക്ഷൻ കാരണം ട്രെയിനുകൾ സമയം അധികം എടുക്കുന്നുണ്ട്. പിന്നെ സിംഗിൾ ലൈനാണ്, ക്രോസിങ് കാരണം ടൈം പോകുന്നുണ്ട്. നമ്മളങ്ങനെ പെരിയനാഗത്തുണൈ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ ബിൽഡിങ്. ഇത് ആന ഇറങ്ങുന്ന പ്രദേശമാണെന്ന് പറഞ്ഞ ബോർഡുകളുണ്ടായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ തോന്നുന്നു കുറേ ക്യാമറാസ് ഉണ്ടായിരുന്നു വഴി നീളം. നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ക്യാമറകൾ കാണാനുണ്ട്, ഫെൻസിങ് കാണാനുണ്ട്. അതുപോലെ ആന ക്രോസിംഗ് എന്ന് പറഞ്ഞ ബോർഡ് 1-2 സ്ഥലത്ത് കണ്ടു. നമ്മളാണെങ്കിൽ നന്നായി സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത്. വളവുകളാണ്. പിന്നെ നമ്മളൊരു ഇറക്കം ഇറങ്ങാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ഡബിൾ ആംബർ സിഗ്നൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ലൂപ്പിലോട്ട് കയറാൻ പോകണം. മിക്കവാറും നമ്മുടെ ഇൻ്റർസിറ്റിയുടെ ക്രോസിംഗ് ആണ്. ഇത് മുമ്പത്തെ സിഗ്നൽ ഡബിൾ ആംബർ ആയിരുന്നെങ്കിൽ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ മെയിൻ ലൈൻ വഴി തന്നെ പൊക്കോട്ടെ. ഇതാണ് കേലമംഗലം സ്റ്റേഷൻ.
സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. ഇതൊക്കെ പൂക്കൃഷിയുടെ മേഖലയാണ്. ഹൊസൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാറായി. ദൂരെയായിട്ട് ഹൊസൂർ അമ്പലം കാണാനുണ്ട്. ഇന്ന് പതിവെല്ലാം തിരിച്ച് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വിടുന്നത്. ഇതങ്ങ് റൈറ്റ് സൈഡിൽ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, മലയ്ക്ക് മുകളിൽ അതാണ് ഹൊസൂർ അമ്പലം. ട്വിൻ ഗുന്തക്കൽ വാഗ് 7 ഹൗൾഡ് DCN റേറ്റ്. സിമൻറ്റ് പോലെ എന്തോ ഒരു ലോഡാണ്. കാര്യം ഇറക്കുമ്പോൾ നല്ല പൊടി വരുന്നുണ്ട്. സിമൻറ്റ് പോലെയല്ല, സിമൻറ്റ് തന്നെയാണത്. അത് അൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല പൊടി വരുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറുകയാണ്. അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 3 ഏതോ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുമ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 കയറി വരും. ഞാൻ റൈറ്റ് സൈഡിൽ നിന്നപ്പോൾ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിപ്പോയി. ആ പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഈ കിടക്കുന്നത് നമ്മുടെ നാഗർകോയിൽ ബാംഗ്ലൂർ എക്സ്പ്രസ്സാണ്. നാഗർകോയിൽ ബാംഗ്ലൂർ SMBT എക്സ്പ്രസ്. ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 12677, അതായത് ബംഗളൂരു എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരും. അതിനു വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഹൊസൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും കുറച്ച് നേരം കിടക്കും. നമ്മുടെ മറ്റേ വന്ന് പോയാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ വണ്ടി ഇവിടെ അത്യാവശ്യം യാത്രക്കാരെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറൊക്കെ വരുന്നുണ്ട്. അപ്പുറ സൈഡിൽ പുതിയ പ്ലാറ്റ്ഫോം വരുന്നതെന്ന് അറിയില്ല. പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടർ എന്തായാലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ DPG എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സംഭവം ഹൊസൂർ സ്റ്റേഷനാണ്. DPG എന്ന് പറയുന്നത് ധർമ്മപുരിയുടെ കൂടാണ്. പക്ഷേ ഇത് ഹൊസൂർ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ എന്നുള്ള അറിയില്ല. 12677 വന്നിട്ട് നമ്മൾ പോകുള്ളൂ എന്ന് വിചാരിക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ബർത്തിലോട്ട് പോയിട്ട് നമ്മുടെ ബ്രഷൊക്കെ എടുത്ത് പല്ലൊക്കെ തേക്കാന്ന് വെച്ചാൽ പോയ സമയത്ത് ആ വണ്ടി അണങ്ങി തുടങ്ങി. നമ്മുടെ നാഗർകോയിൽ ബംഗളൂരു എക്സ്പ്രസ്സിന് നല്ല തേപ്പ് കിട്ടിയത്. അവനോട് ഇപ്പോഴും കിടക്കുന്നേ ഉള്ളൂ. സാധാരണ ഇൻ്റർസിറ്റി ഇങ്ങനെ തേക്കാറില്ല. ഇപ്പോൾ രണ്ടും സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി വണ്ടികളായതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ ആദ്യം എടുത്തു. ഇൻ്റർസിറ്റിക്ക് പോകാൻ നല്ല തിരക്കുണ്ട്. കണ്ടോ, നല്ല അടിപൊളി തിരക്കാണ് ഇൻ്റർസിറ്റി വെയിറ്റ് ചെയ്യുന്നത്. ഇത് മൊത്തം ഇൻ്റർസിറ്റിക്കുള്ള തിരക്കാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഇൻ്റർസിറ്റി സാധാരണ എക്സ്പ്രസ് ആയിട്ടുണ്ടാവും, സൂപ്പർ ഫാസ്റ്റ് മാറി. വാപ്കോ 22660 അരക്കോണത്തിൻ്റെ ലോക്കമാണ് നാഗർകോയിൽ ബാംഗ്ലൂർ SMBT എക്സ്പ്രസ്സിന്. ഈ വണ്ടി ജനുവരി മുതൽ LHB ആവും. ആ ട്രെയിൻ ഒരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ ടു നാഗർകോയിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് LHB ആയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാഗർകോയിൽ ടു ബാംഗ്ലൂർ പ്രാവശ്യം വരാം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ലൈൻ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്ന പുതിയ ലൈനാണ്. ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഈ പാലത്തിൻ്റെ പണി നടക്കുന്നത്, ഈ അണ്ടർപാസിൻ്റെ പാലമല്ല, അണ്ടർപാസിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നത്. പണി കഴിഞ്ഞു.
ഈ ഡബിൾ ലൈൻ എൻ്റെ അറിവിൽ കമ്മീഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഹൊസൂർ സ്റ്റേഷനിൽ അങ്ങനെ പുറത്തിറങ്ങി സ്പീഡ് പിടിക്കാൻ തുടങ്ങി. റൈറ്റ് സൈഡിൽ കാണുന്ന എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹൊസൂർ ഔട്ടർ റിംഗ് റോഡാണ്, ഹൈവേ അല്ല, ഔട്ടർ റിംഗ് റോഡാണിത്. ഔട്ടർ റിംഗ് റോഡല്ല, ഹൊസൂർ റിംഗ് റോഡ്. ഡബിൾ രണ്ടാമതായിട്ട് പണിത ലൈൻ ഇവിടം വരെ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ലൈൻ ഇട്ടിട്ടില്ല. അതിനപ്പുറത്തോട്ട് ലാൻഡ് അലൈൻമെൻറ്റ് റെഡി ആയിട്ടുണ്ട്, ലൈൻ ഇടാൻ ബാക്കിയുണ്ട്. പാലം അത് കഴിഞ്ഞു. അപ്പുറത്തുള്ള പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ഈ ലെവൽ ക്രോസിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം ഇനി. അതിന് അപ്പുറത്തും ഇപ്പുറത്തും വരെ ലൈൻ വന്ന് നിൽപ്പുണ്ട്. ഇൻട്രസിറ്റി എവിടെയിട്ടാണോ ക്രോസ് ചെയ്യാൻ പോകുന്നത് അതറിയാനൊരു ആകാംക്ഷയുണ്ട്. ഇവിടം വരെ ലാൻഡ് ലെവലിംഗ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു റോഡ് ഓവർ ബ്രിഡ്ജ് ഉണ്ട്, ഇത് റീപ്ലേസ് ചെയ്യണം ഇനി. ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കഴിയാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പണി മുന്നോട്ട് പോയില്ല. പിന്നെ അപ്പുറത്തോട് ലാൻഡ് ലെവൽ ചെയ്തിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ ബോക്സസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെപ്പോഴാണോ പുഷ് ചെയ്യുന്നത്? പുഷ് ബോക്സ് ആയിരിക്കണം അത്. ഇവിടെ ഈ അലൈൻമെൻറ്റ് നടുക്ക് റിലീഫിനുള്ള ഇതാണ് പണിത് വെച്ചിരിക്കുന്നത്. നമുക്കൊരു ആംബർ കിട്ടിയിട്ടുണ്ട്. എജ്ജാതി വളവാണ് ഇഷ്ടം. ഇങ്ങനത്തെ വളവുകൾ കാരണം ഈ റൂട്ടിന് സ്പീഡ് പിടിക്കാൻ പറ്റാത്തത്. പുതിയ അലൈൻമെൻറ്റും വളവോടുകൂടി തന്നെയാണ് പണിത് വരുന്നത്. പുതിയ അലൈൻമെൻറ്റും സ്പീഡ് കുറവായിരിക്കും. അപ്പം നമ്മളങ്ങനെ കർണാടക സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്ന ബോർഡുണ്ട് ഇവിടെ. നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് കയറുകയാണ്. നമ്മുടെ മാരനായക്കനഹള്ളി എത്താറായി. ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. നമ്മുടെ എറണാകുളം ഇൻ്റർസിറ്റി ഇവിടെ കാത്തിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു പുതിയ ഫ്രൈറ്റ് സ്റ്റേഷനാണ് മാരനായക്കനഹള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എറണാകുളം ഇൻ്റർസിറ്റി നമുക്ക് ആ കൂടി ഒരു ക്രോസിംഗ് ഉണ്ടാകത്തില്ല, അത് മിസ്സായി. ഇവിടെ മുതൽ അങ്ങോട്ട് ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു. ലെവൽ ക്രോസ് ഞാൻ കാണിക്കാൻ പറ്റുമോ? ലെവൽ ക്രോസും സ്ഥലം ക്ലിയർ ചെയ്യണം. ഇതൊക്കെ ട്രാക്ക് ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് കാലമായിരുന്നു. നമുക്കാരും കാടൊക്കെ വളർന്നു തുടങ്ങി. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് ഈ പ്രോജക്റ്റ്. മാരനായക്കനാളിൽ കഴിഞ്ഞ് ഒരു ലെവൽ ക്രോസ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ ട്രാക്കിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ OHയുടെ വർക്കും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലത്തെ ബ്രാക്കറ്റ്സൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വയറിങ് ചെയ്തിട്ടില്ല, ബ്രാക്കറ്റ്സൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കാലം കുറയാൻ തോന്നുന്നു. കാര്യം നല്ലോണം കാടൊക്കെ വളർന്നിരിപ്പുണ്ട്. വർക്ക് അങ്ങോട്ട് നീങ്ങുന്നില്ല മുന്നോട്ട്. സമയമുണ്ട്. നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ഡേ ആണ്. നല്ലോണം മൂടി കെട്ടി നിൽക്കുന്നുണ്ടോ. ഇന്നത്തെ ദിവസം മഴ പെയ്ത കുളമെന്നാണ് തോന്നുന്നത്.
നമ്മൾ ആനേക്കൽ റോഡ് ഹോം സിഗ്നലാണെന്ന് തോന്നുന്നു. ഇത് വന്ന് നിന്നിട്ടുണ്ട് എന്തായാലും. ഇവിടെയൊക്കെ പുതിയ സ്വിച്ചസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ട്രാക്ക് സ്വിച്ചസ്, ടേക്ക് വെബ് സ്വിച്ചസ് ആണ്. കാരണം ഇതൊക്കെ 30 kmph ഫിറ്റ് ആയിരിക്കും. ഫുള്ള് കാട് പിടിച്ചെടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കലാണ് കൂടുതൽ പ്രധാനം. അതേപോലെ തന്നെ ട്രാക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ ലെവൽ ക്രോസ് റിമൂവ് ചെയ്തിട്ടില്ല. ഈ ലെവൽ ക്രോസ് ഷിഫ്റ്റ് ചെയ്യേണ്ട വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. ആനേക്കൽ റോഡ് സ്റ്റേഷനാണ്. ഇവിടെ ഒരു മെമു നമ്മളെ കാത്തു കിടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡാണ് പക്ഷേ. ഹൊസൂരിലേക്ക് പോകുന്ന മെമു ആണ്. ഇതാണ് ആനേക്കൽ റോഡ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. പണ്ട് അവിടെ ലൈൻ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ഐലൻഡ് പ്ലാറ്റ്ഫോമാണ്. മെയിൻ ലൈനും ലൂപ്പ് ലൈനും പ്ലാറ്റ്ഫോമിലായിരിക്കും ഇവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലീപ്പർ ഇട്ടിട്ടുണ്ട്. അത് മൊത്തം കാട് കയറി കിടക്കുകയാണ്. ഈ ഡബ്ലിംഗ് പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന മൊത്തം കെയറൈഡാണ്. അത് കർണാടക റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എൻ്റർപ്രൈസോ അങ്ങനത്തെ വരണം കെയറൈഡിൻ്റെ ഫുൾ ഫോം. അവരാണിത് ചെയ്യുന്നത്. അവർക്ക് പക്ഷേ വർക്ക് തീർക്കാൻ തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. കാര്യം കുറേ കാലമായിട്ട് വർക്ക് ഇങ്ങനെ വലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കെയറൈഡിനെ ഏൽപ്പിക്കുന്നതിന് പകരം റെയിൽവേ നേരിട്ട് നടത്തിയിരുന്നെങ്കിൽ ഇതിന് മുമ്പ് തീർന്നേനെ. ഇവിടെയൊക്കെ ലാൻഡ് ലെവലിംഗ് കഴിഞ്ഞാൽ പുതിയ പാലത്തിനൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ട്രാക്ക് ബെഡ് പോലും എത്തിയിട്ടില്ല. ലെവലിംഗ് പോലും ഏർലി സ്റ്റേജസിലാണ്. എല്ലാ സ്ഥലത്തും സ്റ്റാൻഡേർഡ് തീമാണ്. ലെവൽ ക്രോസ് എപ്പോഴും അവർ മൂവ് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ റീറ്റെയിനിങ് വാൾ പണിയുന്നേ ഉള്ളൂ അവർ. ഇവിടെ വർക്കൊന്നും ആയിട്ടില്ല. ഇത് ഹൈവേ കേട്ടോ. ഇതാണ് ഹീലലിഗേ സ്റ്റേഷൻ. ഇതിപ്പോൾ എനിക്കൊന്ന് കാരേക്കാൽ എക്സ്പ്രസ് വരാറായി. അതിനുള്ള തിരക്കാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഹീലലിഗേ കഴിഞ്ഞു. ഇനി അടുത്ത കാർമേലറമാണ് സ്റ്റേഷൻ. അതിനിടയ്ക്ക് ഹുസ്കൂ റോഡ് എന്ന് പറഞ്ഞൊരു പുതിയ സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിടയ്ക്ക് വായിച്ചായിരുന്നു. ഞാൻ അതും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇതെന്താണോ സംഭവം? ഈ ടവർ വല്ല ബഞ്ചി ജമ്പിങ്ങിനുള്ള വില ഉണ്ടാക്കിയതാണോ? അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട്
ബഞ്ചി ജമ്പിങ് പോലുള്ള എന്തോ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് പുതിയ ഹുസ്കൂർ റോഡ് സ്റ്റേഷൻ. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇവിടെ ഈ ലൂപ്പ് ലൈൻ മൂലം പണിയുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നത് എന്തിനാണെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ വീഡിയോയിൽ താഴെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇത് ആക്ച്വലി ഇടയ്ക്കുള്ളൊരു ക്രോസിംഗ് സ്റ്റേഷനേ ഉള്ളൂ. അതായത് ഈ റൂട്ടിൽ ഫ്രൈറ്റ് വരുമ്പോൾ ഫ്രൈറ്റിനെ പിടിച്ചിടാനും ഓവർടേക്കുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. ഇതൊരു 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. കാര്യം പുതിയ പോയിൻറ്റ്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട്. ഇതാണ് പുതിയ സ്റ്റേഷൻ കെട്ടിടം. ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നും പണിതിട്ടില്ല അവർ. അപ്പോൾ ഇത് പ്യുവർലി ഫ്രൈറ്റാണ്. ഇതിന് കമ്മീഷനിങ് ശരിക്കും കഴിഞ്ഞ ആഴ്ചയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. November 16th ഇതിൻ്റെ കമ്മീഷനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നിട്ടില്ല. ഇതായിരുന്നു ഹുസ്കൂർ റോഡ് സ്റ്റേഷൻ. നമ്മൾ ഹുസ്കൂർ റോഡ് സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മുടെ നേരെ കാർമേലറം സ്റ്റേഷനിലേക്കാണ് എത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാർമേലറം സ്റ്റേഷനോട് എത്തിക്കൊണ്ടിരിക്കുന്നു. കാർമേലറം എത്തുന്നതിന് മുന്നോട്ടായിട്ടുള്ള ബിൽഡിങ്ങാണ് കാണുന്നത്. കാർമേലറം എന്ന് പറഞ്ഞാൽ സർജാപൂരിനടുത്തായിട്ടാണ്. സർജാപൂർ ഭാഗത്തേക്ക് അതുപോലെ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തേക്കൊക്കെ പോകുന്ന യാത്രക്കാർക്ക് കാർമേലറം സ്റ്റേഷൻ യൂസ്ഫുൾ ആണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ അപ്പുറത്ത് റെഡ് കാണാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ അൺസ്കെഡ്യൂൾഡായിട്ട് നിർത്തുകയാണ്. ക്രോസിങ്ങിന് വേണ്ടിയാണ് നിർത്തുന്നത്. SMVT ബംഗളൂരു കാരേക്കാൽ എക്സ്പ്രസ് വരണം. ഇതാണ് കാർമേലാരം സ്റ്റേഷൻ. നേരത്തെ പറഞ്ഞാൽ നമുക്കിവിടെ സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഇല്ല. സമയം 8:22. കാർമേലറം സ്റ്റേഷൻ അൺസ്കെഡ്യൂൾഡായിട്ട് നിർത്തിയിരിക്കും. ഇവിടെ ഈ സ്റ്റോപ്പ് കിട്ടുകൊണ്ട് കുറേ ആൾക്കാർക്ക് പോരാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ സ്റ്റോപ്പ് കൊടുക്കണം. ബാംഗ്ലൂരോട് കയറി വരുമ്പോഴത്തെ ഇങ്ങനത്തെ സ്റ്റേഷനിൽ ഹോൾട്ട് കൊടുക്കണം. നമ്മളിവിടെ കുറച്ചാണ് പോസ്റ്റ് ആക്കിയായിരുന്നു. എന്താ വരുന്നത് SMVT ബംഗളൂരു കാരേക്കാൽ എക്സ്പ്രസ് കയറി വരുന്നു. കൃഷ്ണരാജപുരത്തിൻ്റെ WAP 739158 ആണ് ലോക്കോ. വണ്ടിയുടെ പേര് SMVT ബംഗളൂരു കാരേക്കാൽ എക്സ്പ്രസ് എന്നൊക്കെയാണെങ്കിലും സംഭവം ഒരു പാസഞ്ചറാണ്. സംഭവം എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകുന്നൊരു പാസഞ്ചർ ട്രെയിനാണ്. എക്സ്പ്രസ് എന്ന പേരൊക്കെ ഉള്ളൂ. ഡിസ്റ്റൻസ് കാരണമാണ് എക്സ്പ്രസ് ആയത്, അല്ലാണ്ട് ഒരു ശരിക്കുള്ള എക്സ്പ്രസ് അല്ല. ICF കോച്ചുള്ള ട്രെയിനാണ്. എന്നിട്ട് ഇതിന് WAP 7 ആണ് ലോക്കോ. അർസിക്കരെ ബേസ്ഡ് ആയിട്ടുള്ള റേക്കാണ്. റേക്ക് ബോർഡ് ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ പതിയുന്നുണ്ടാവില്ല. അർസിക്കര മൈസൂർ SMVT ബംഗളൂരു കാരേക്കലിനാണ് ബോർഡ്. അപ്പം നമ്മൾ പുറപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഈ ട്രെയിനിൻ്റെ റൂട്ട് ഒരു അടിപൊളി റൂട്ടാണത്. ഇത് നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, സേലം കഴിഞ്ഞാൽ പിന്നെ ഇത് സേലം കഴിഞ്ഞാൽ പിന്നെ ഇത് വൃദ്ധാചലം പോയി, വൃദ്ധാചലത്തു നിന്ന് പിന്നെ കടലൂർ പോർട്ട് ജംഗ്ഷൻ പോയി, പിന്നെ അവിടുന്ന് തിരുവാരൂർ പോയി, അങ്ങനെയൊക്കെ പോകുന്നത്. എനിക്ക് തോന്നുന്നു മയിലാടുതുറൈ പേരളം കാരേക്കാൽ ലൈൻ ഓപ്പൺ ആയാൽ ചിലപ്പോൾ ഈ ട്രെയിനൊക്കെ റീറൂട്ട് ആവുമായിരിക്കും.
ആ ലൈൻ ഓപ്പണായി, പക്ഷേ ഇതുവരെ റെഗുലർ ട്രെയിൻ സർവീസുകൾ തുടങ്ങിയില്ല. അപ്പം അങ്ങനെ കാർമേലാരം കഴിഞ്ഞു. ഇവിടെ മുതൽ അങ്ങോട്ട് വീണ്ടും സിംഗിൾ ലൈനാണ്. ഇനി നമുക്ക് ഹൊസൂർ എത്തുന്ന വരെ സിംഗിൾ ലൈനാണ് കേട്ടോ. അല്ല, ഹൊസൂരും പോട്ടെ, യശ്വന്ത്പൂർ എത്തുന്ന വരെ നമുക്ക് സിംഗിൾ ലൈനാണ്. ബലന്തൂർ സ്റ്റേഷൻ്റെ പാർട്ടായിട്ട് ഇട്ടിരിക്കുന്ന പുതിയ സ്വിച്ച് ആയിരുന്നു അത്. നമ്മൾ ലൂപ്പ് ലൈൻ വഴിയാണ് ഇവിടെ കയറി പോകുന്നത്. അത് നല്ല ഭീകര ലൂപ്പ് ലൈനാണ്. ബലന്തൂർ റോഡ് ഒരു കുഞ്ഞ് ഹോൾട്ട് സ്റ്റേഷനായിരുന്നു കേട്ടോ. ഹോൾട്ട് സ്റ്റേഷൻ മാറിയിട്ടാണ് ഇത്രയും ലൂപ്പ് ലൈനൊക്കെ ഉള്ള വലിയ സ്റ്റേഷൻ ആയിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും ട്രാക്ക് മെഷീനൊക്കെ കിടപ്പുണ്ട്, ടാമ്പിംഗ് മെഷീൻ ഒന്ന് കിടപ്പുണ്ട്. ഇതാണെന്ന് തോന്നുന്നു നിലവിലെ മെയിൻ ലൈന്. ഒരു സിഗ്നൽ ബോക്സാണ് മൂവ് ചെയ്യുന്നത്. കാരണം ബലന്തൂറിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇപ്പോഴത്തെ. സിഗ്നൽ പച്ചയാണ് നമ്മുടെ. എനിക്കൊന്ന് ഇവിടെ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ട്രെയിനൊക്കെ ഈ ലൂപ്പ് ലൈൻ വഴിയാണ് കടത്തി വിടുന്നത്. സമയം 8:40 ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഓൺ ടൈം യശ്വന്ത്പൂർ കയറും. നമ്മുടെ മറ്റേ സാധനത്തിൽ ഈ വണ്ടി ഏർലി മോർണിംഗ് ഇൻ്റർസിറ്റിയുടെ ക്രോസിംഗ് വേണ്ടി പിടിച്ചിടാറുണ്ട്. ഇന്നത് സംഭവിച്ചില്ല. ഇവിടെ മറ്റൊരു ടാമ്പിംഗ് മെഷീൻ കിടക്കുന്നു. പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലൂപ്പ് ലൈൻ വഴി സ്റ്റേഷൻ വഴി കടത്തി വിട്ടിട്ട് അങ്ങനെ നിന്ന് നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുകയാണ്. എനിക്കൊന്ന് അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവർ ആ മെയിൻ ലൈൻസൊക്കെ ക്ലോസ് ചെയ്തിട്ട് എല്ലാ വണ്ടിയുടെയും ലൂപ്പ് വഴിയാണ് നിന്ന് വിടുന്നത്. കാര്യം അവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ട്രാക്കുകൾ ഉപയോഗിച്ചിട്ട് കുറേ കാലമായ പോലെ ഉണ്ട്. പുതുതായിട്ട് പണിത് ലൂപ്പ് ലൈൻ ആണെങ്കിലും ചറ പറന്ന് കേവുകളാണ് കണ്ടോ. വലിയ ആടാണ് വരാൻ പോകുന്നത് ഇവിടെ. ആ കാണുന്നതാണ് പഴയ മെയിൻ ലൈൻ കേട്ടോ. ആ നടുക്ക് കാണുന്ന മെറ്റൽ ഗാർഡർ ബ്രിഡ്ജാണ് പഴയ മെയിൻ ലൈൻ. മൊത്തം 2 മെയിൻ ലൈനും 3 ലൂപ്പ് ലൈനും വരും ഇവിടെ. 5 ലൈനുള്ള സ്റ്റേഷനാവുകയാണിത്. ഇതാണ് ബലന്തൂർ റോഡ് സ്റ്റേഷൻ. ഇത് പഴയ ഹോൾട്ട് സ്റ്റേഷനായിരുന്നു. ഇത് ഇപ്പോൾ റീബിൽഡ് ചെയ്ത് വന്നപ്പോൾ മേജർ സ്റ്റേഷനായി. 5 ലൈനുള്ള യാർഡൊക്കെ ആയി. നമ്മളിപ്പോൾ ബാംഗ്ലൂർ സിറ്റിയുടെ ഉള്ളിലായി കഴിഞ്ഞു. ഔട്ടർ റിംഗ് റോഡ് മേഖലയാണ് ഈ ബലന്തൂർ എന്നൊക്കെ പറയുന്നത്.
ഇപ്പോൾ നമ്മൾ ഡംപ്ലിങ്ങിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെയൊക്കെ ഡബ്ലിംഗ് പ്രോജക്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഡബ്ലിംഗ് പ്രോജക്റ്റിന് ലൈൻ ഇട്ട് വരുന്നേ ഉള്ളൂ. ലാൻഡ് ലെവൽ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇവിടെയൊക്കെ. ഇവിടെ ഒന്നും ലാൻഡ് ലെവലിംഗ് പോലും ചെയ്തിട്ടില്ല. ഇവിടെ ഒന്നും വർക്കിന് ഒരു പുരോഗതി ഇല്ല കേട്ടോ. ഒരു വർക്ക് നടന്നിട്ടില്ല ഇവിടെ. ഇവിടെ കുറച്ച് ലാൻഡ് ലെവലിംഗ് അവിടെ ഇവിടെയൊക്കെ ചെയ്യേണ്ടതെന്നാണ് വേറെ ഒന്നും നടന്നിട്ടില്ല. ഇത്ര പതുക്കെ പോകുന്നൊരു റെയിൽവേ ഡബിളിംഗ് പ്രോജക്റ്റ് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതാണ് ഔട്ടർ റിംഗ് റോഡ്. മുകളിൽ കൂടെ പോകുന്ന മെട്രോ ലൈനാണ്. ഈ ഔട്ടർ റിംഗ് റോഡിന് കുറുകെ ഒരു പാലം കൂടി പണിയാനുണ്ട്. അതിൻ്റെ ഒന്നും വർക്ക് സ്റ്റാർട്ടായിട്ട് പോലുമില്ല. ജസ്റ്റ് ബയ്യപ്പനഹള്ളി ബൈപ്പാസ് എത്തുന്നു. ചന്നസാന്ദ്ര ലിങ്ക് ക്യാബിൻ, അതാണ് കറക്റ്റ് വാക്ക്. ഇത് ഓൾഡ് മദ്രാസ് റോഡിന് കുറുകെയുള്ള പാലമാണ്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയി. ഇവിടെ കൂടെ മെട്രോ പോകുന്നു. ഇതാണ് KSR ബാംഗ്ലൂരിലോട്ട് പോകുന്ന ട്രെയിനാണ് ഉപയോഗിക്കുന്ന ലൈന്. ഇപ്പുറത്തായിട്ട് ഇതാണ് മെയിൻ ലൈൻ. ക്വാഡ്രൂപ്ലിംഗ് വർക്കൊക്കെ കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡബിളിംഗ് വർക്ക് നടക്കുന്നത്. ഡബിളിംഗ് പ്രോജക്റ്റിന് കാര്യമായിട്ട് പുരോഗതിയൊന്നുമില്ല. കുറച്ച് റീറ്റൈനിങ് വാൾ പണിതിട്ടുണ്ട്. ലാൻഡ് ലെവലിംഗ് മുഴുവനായിട്ടില്ല. ഇത് ഈ സ്റ്റാറ്റസ് ആയിട്ട് തന്നെ ഇപ്പോൾ 1.5 വർഷമായി. അപ്പോൾ നമുക്കങ്ങനെ ബാനസവാടിയിലോട്ട് കയറാനുള്ള ആംബർ കിട്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാനസവാടിയിലോട്ട് കയറാൻ പോകുന്നു. ബാനസവാടി ഹോം സിഗ്നലാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് ബാനസവാടി EMU കാർ ഷെഡാണ്. മെമു കാർ ഷെഡാണ്. EMU അല്ല, സോറി, MEMU കാർ ഷെഡാണ്. മെമു കാർ ഷെഡ് ബാനസവാടിയാണ്. ആ ബോർഡ് കാണിക്കാനുള്ള ത്വരയിൽ ഞാൻ കാർ ഷെഡിന് ഉൾവശം കാണിക്കാൻ വിട്ടുപോയി. ഇതൊന്നും അത്ര വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈനാണ് SMBTയിലോട്ട് പോകുന്നത്. സർ വിശ്വേശ്വരയ്യ ടെർമിനസ് ബംഗളൂരിലോട്ട് പോകുന്ന ലൈനാണ് ഈ റൈറ്റിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ലൂപ്പിലോട്ട് കയറി ബാനസവാടി സ്റ്റേഷനിലോട്ട് കയറി നിൽക്കും. ഈ ട്രെയിനിൻ്റെ പകുതി തിരക്കോളം ബാനസവാടി ഇറങ്ങും. $15 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ഈ ലൂപ്പിൽ. ഈ കൊച്ചിലെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ശരിക്കും നമ്മൾ വെറുപ്പിച്ച് കളയും. ഇനി ബാനസവാടി കഴിഞ്ഞാൽ പിന്നെ അന്യായ വെറുപ്പിക്കലായിരിക്കും നമ്മുടെ യശ്വന്ത്പൂർ കയറുന്ന വരെ. ഇവിടെയൊക്കെ ഡബിളിങ് റൈറ്റ് സൈഡിലാട്ടോ വരുന്നത്. മറ്റേ സൈഡിലാണ് ഡബിളിങ് വരുന്നത്. സ്റ്റേഷൻ കാണിച്ചിട്ട് ഞാൻ ആ സൈഡിലോട്ട് പോയി. അപ്പോൾ നമ്മളങ്ങനെ ബാനസവാടി സ്റ്റേഷനിലേക്ക് എത്തി. സമയം 8:58. നമുക്കിനി യശ്വന്ത്പൂരിലേക്ക് എത്താൻ അരമണിക്കൂർ കൊണ്ട് സമയമുണ്ട്.
അപ്പം അങ്ങനെ ബാനസവാടി എത്തി. നല്ലൊരു ശമനം തിരക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി കുറച്ച് പേരെ യശ്വന്ത്പൂരിലേക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ GATX ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺ ചെയ്യുന്ന JSW സ്റ്റീലിന് വേണ്ടി ഓടുന്ന ഒരു BFNV റൈക്കുണ്ട്. അതിന് അവിടെ ട്വിൻ G9 ലോക്കോസാണ്, ഷട്ട് ഡൗൺ ആണ്. ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ. അവിടെ മുന്നിലായിട്ട് പ്ലാറ്റ്ഫോം കാണാം. അപ്പോൾ നമ്മളങ്ങനെ ബാനസവാടിയിൽ നിന്ന് പുറപ്പെടുകയായി. പെട്ടെന്ന് തന്നെ നിർത്തിയെടുത്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നപ്പോൾ കുറേ നേരം അവിടെ പിടിച്ചിട്ടായിരുന്നു. ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നിർത്തിയെടുത്തു. ഇതാണ് ബാനസവാടി സ്റ്റേഷൻ. വളരെ ചെറിയ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷന് മുന്നിലാണെങ്കിൽ വളരെ ചെറിയ സ്ട്രീറ്റുമാണ്. റോഡൊന്നും വിളിക്കാൻ പറ്റില്ല, ചെറിയൊരു സ്ട്രീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം ബ്ലോക്കാവും. ബാനസവാടി നല്ല മഴക്കാറുണ്ട്. ഇന്നത്തെ ദിവസം മഴ പെയ്ത് നശിപ്പിക്കേണ്ടിരുന്നാൽ മതി. ഇതായിരുന്നു ബാനസവാടി സ്റ്റേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വളവോട് വളവാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായി. ട്രാക്ക് എലിവേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്രയും പൊക്കത്തിൽ ബോക്സ് പണിത് വെച്ചിട്ടുണ്ട്. ഇത്രയും പൊക്കത്തിൽ ബോക്സ് പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിനെ എലിവേറ്റ് ചെയ്യാൻ പോകണം ഇവർ. ഒരു പിടിയില്ലാണ്ട് ഇവന്മാർ എന്താ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് എന്തായാലും ഒരു പണി നടന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ടാനറി റോഡ്, ഷാംപുര, അതായത് കാടുകൊണ്ടനഹള്ളി ആ പ്രദേശത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇത്തിരി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണത്. കാരണം ഇവിടെയൊക്കെ റീറ്റേണിംഗ് വാൾ പറഞ്ഞിരിക്കുന്നുണ്ട് നല്ല പൊക്കത്തിൽ. ട്രാക്ക് എലിവേറ്റ് ചെയ്ത് പോകുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഹെബ്ബാളിലേക്ക് എത്തുന്നു. ഇതാണ് വിഖ്യാതമായ ഹെബ്ബാൾ ഫ്ലൈ ഓവർ. ഇതാണ് ഹെബ്ബാൾ റെയിൽവേ സ്റ്റേഷൻ.
സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ്. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ഇതാന്ന് തോന്നുന്നു. അങ്ങനെ ഹെബ്ബാൾ സ്റ്റേഷൻ പാസ് ചെയ്തു. ഈ തൊട്ട് പാരലായിട്ട് പോകുന്നതാണ് ഔട്ടർ റിംഗ് റോഡ്. നമ്മൾ ഈ ഔട്ടർ റിംഗ് റോഡിന് മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് ക്രോസ് ചെയ്തായിരുന്നു. അത് അതിനെ കറങ്ങിയതാണ് ഇവിടെ എത്തി. ഇനി നമ്മളിതിനെ ക്രോസ് ചെയ്യില്ല കേട്ടോ. ഇനി നമ്മളിതിനെ പാരലായിട്ട് തന്നെ ഓടി നേരെ യശ്വന്ത്പൂർ സ്റ്റേഷനോട് കയറുള്ളൂ. ഇവിടെ കേരളയുടെ പണി പൂർണ്ണമായിട്ട് നിർത്തി വെച്ചു എന്ന് തോന്നുന്നു. ഒന്നും നടക്കുന്നില്ല ഇവിടെ. ഒരു സാറ്റർഡേ മോർണിംഗ് ആണ്. ശനിയാഴ്ച രാവിലെ ആണെങ്കിലും ബാംഗ്ലൂർ നഗരത്തിലെ ട്രാഫിക്കിനൊരു കുറവുമില്ല. ട്രാഫിക് ഇതാ ബിൽഡപ്പായി വരുന്നു. ശനിയാഴ്ചകളിൽ സാധാരണ ബാംഗ്ലൂർ വലിയ ട്രാഫിക് ഉണ്ടാവാറില്ല. കാരണം ശനിയാഴ്ചകളിൽ ബാംഗ്ലൂരിൻ്റെ പകുതിയും അവധിയാണ്. അതായത് ഈ IT ഇൻഡസ്ട്രി ആണല്ലോ ബാംഗ്ലൂരിന് പകുതിയും, അത് അവധിയാണ്. അതുകൊണ്ട് സാധാരണ ശനിയാഴ്ചയിൽ വലിയ തിരക്ക് ഉണ്ടാവാറില്ല. ഇന്നത്തെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതൊക്കെ അണ്ടർപാസ് പണിയുള്ള ബ്ലോക്കുകളാണ്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഔട്ടർ റിംഗ് റോഡിനോട് ടെമ്പററിലി കുറച്ച് നേരത്തേക്ക് ബൈ പറയാൻ പോകണം. ഇപ്പോൾ അല്പം മുമ്പിലായിട്ട് നമ്മുടെ യലഹാങ്ക എന്നുള്ള ലൈൻ വന്ന് ജോയിൻ ചെയ്യും. യലഹാങ്കയിൽ നിന്ന് യശ്വന്ത്പൂരിലേക്കുള്ള ലൈന് വന്ന് ജോയിൻ ചെയ്യും. നമ്മൾ ആ ലൈൻ വഴി 2 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം പകൽ യാത്ര ചെയ്തിട്ടുണ്ട് കൊണ്ടവീട് എക്സ്പ്രസ്സിന്. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ കൊണ്ടവീട് ലോട്ടെഗോളഹള്ളി സ്റ്റേഷനിലേക്കാണ് കയറാൻ പോകുന്നത്. നമ്മുടെ തൊട്ട് റൈറ്റ് സൈഡിൽ താഴെ കൂടെ പോകുന്നതാണ് ഔട്ടർ റിംഗ് റോഡ്. അപ്പുറത്ത് ഒരു പാലത്തിന് മുകളിൽ കൂടെ കയറി കാണുന്നതാണ് നമ്മുടെ യലഹങ്ക എന്ന് വരുന്ന ലൈന്. യലഹങ്ക എന്ന് വരുന്ന ലൈനും ബാനസ്വാഡയിൽ നിന്ന് വരുന്ന ലൈനും രണ്ടും ലോട്ടെഗോളഹള്ളിയിൽ വെച്ച് കണ്ടുമുട്ടും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ലൈൻ അല്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇതൊരു ട്വിൻ സിംഗിൾ ലൈനായിട്ടാണ് പോകുന്നത്. ലോട്ടെഗോളഹള്ളി ലൈനും അതുപോലെ നമ്മുടെ ബാനസ്വാടി ലൈനും ട്വിൻ സിംഗിൾ ലൈനായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഈ ഒരു സ്ട്രെച്ചിൽ നമ്മുടെ ഡബിളിംഗ് പ്രോഗ്രസ് ലെഫ്റ്റ് സൈഡിലാണ്. ഇതാണ് യലഹങ്ക എന്ന് വരുന്ന ലൈന്. നമ്മളിപ്പോൾ ഈ ലൈനിലോട്ട് അങ്ങ് മേർജ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇതാണ് ലോട്ടെഗോളഹള്ളി സ്റ്റേഷൻ. ലെഫ്റ്റ് സൈഡിൽ ഡബിളിങ്ങിന് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിലാണ് വർക്ക് വരാൻ പോകുന്നത്. ഈ ലോട്ടെഗോളഹള്ളി സ്റ്റേഷൻ്റെ പ്രത്യേകതയുണ്ട്. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്, പക്ഷേ ഇതൊരു ക്യാബിനും കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് ക്യാബിൻ. സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇതാണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്. ഇവിടെ കണ്ടോ, ട്രാക്കിന് ഒത്ത നടുക്കായിട്ടൊരു സിഗ്നലുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിന് ഒത്ത നടുക്കായിട്ടാണ് ഈ സിഗ്നൽ ഇരിക്കുന്നത്. ഇത് യശ്വന്ത്പൂർ സൈഡിൽ നിന്ന് വന്നിട്ട് ടുവേർഡ്സ് ബാനസ്വാടി പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള സിഗ്നലാണിത്. അപ്പം നമ്മളങ്ങനെ ലോട്ടെഗോളഹള്ളി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് സ്റ്റേഷനുകളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ നേരെ യശ്വന്ത്പൂർ ബൈപ്പാസ് ക്യാബിൻ, അത് കഴിഞ്ഞ് യശ്വന്ത്പൂറാണ്. ഇതാണ് പഴയ ലോട്ടെഗോളഹള്ളി ക്യാബിൻ. ആ ക്യാബിനൊക്കെ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞു.
ഇവിടെയായിട്ടാണ് യശ്വന്ത്പൂർ ബൈപ്പാസ് യാർഡ്. ഇവിടെ ഈ എക്സ്ട്രീം റൈറ്റിലുള്ള മൂന്നാമത്തെ ലൈനാണ് ബൈപ്പാസ് ലൈനായിട്ട് പോകുന്നത്. പാലത്തിന് മുകളിൽ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ അത് ബാംഗ്ലൂരെ കാണാൻ പറ്റും. കണ്ടോളൂ കേട്ടോ. ഇത് ഔട്ടർ റിംഗ് റോഡ് തന്നെയാണ്. പാലത്തിന് മുകളിൽ ഈ പാലം പണിത് ലെവൽ ക്രോസിന് കുറുകയാണ്. പക്ഷേ വീതി കുറഞ്ഞ പാലമാണ് അവർ പണിത് വെച്ചത്. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് അങ്ങ് ഗോരകുണ്ടേപ്പാളയം എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരെ ഉണ്ടാവും. ബാംഗ്ലൂരിലെ ട്രാഫിക് എന്നൊക്കെ പറയുന്ന കോമഡിയാണ്. ആ കോമഡിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈനാണ് നമ്മുടെ ബൈപ്പാസ് ലൈന്. നമുക്ക് ബൈപ്പാസ് ലൈൻ വഴി നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവഴി ഒരു ട്രെയിൻ ഇങ്ങനെ കയറി വരുന്നത് പിടിക്കാനുള്ള യോഗം നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ബൈപ്പാസ് സിഗ്നലിൽ നിൽക്കുകയാണ്. അത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത്. ഇവിടെ ലാൻഡ് ലെവലിംഗ് അവർ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ഇട്ടിട്ടൊന്നുമില്ല, ലാൻഡ് ലെവലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ് ഇപ്പോഴത്തെ സൈഡിൽ. എനിക്കൊന്ന് മെയിൻ ലൈനിൽ കൂടെ ഏതോ ട്രെയിൻ കടന്നു പോകാൻ വേണ്ടിയാണ് നമ്മൾ പിടിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ യശ്വന്ത്പൂരിലേക്ക് കയറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു ട്രെയിൻ മെയിൻ ലൈൻ വഴി കടത്തി വിടാൻ വേണ്ടിയായിരുന്നു. മെയിൻ ലൈൻ വഴി ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഇതാ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു വാപ്സൺ ഹോളിൻ്റെ LHB റേക്കാണ്. ഏതാ ട്രെയിനൊന്നും അറിയില്ല. നമ്മൾ ഉരുണ്ടങ്ങ് എത്തുമ്പോഴേക്കും അതേതോ ഇൻ്റർസിറ്റി ടൈപ്പ് വണ്ടിയാണ്. പുറകിൽ വിസ്താഡവുമുണ്ട്. ഇപ്പം ഇന്ന് ഷിമോഗയ്ക്കൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് തോന്നുന്നു. ഷിമോഗ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സെർച്ചാട്ടോ. നമുക്ക് ഷിമോഗ റൂട്ടിലും ഒരു പ്രാവശ്യം ഒന്ന് പോകണം. ഷിമോഗ, ചിക്കമഗളൂർ അങ്ങനെ കുറച്ച് സെക്ഷൻസ് കർണാടകയിൽ നമ്മൾ ചെയ്യാത്തതുണ്ട്. ഞാനത് കഴിഞ്ഞ മഴക്കാലത്ത് വരണം എന്ന് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചിക്കമഗളൂരിലോട്ട് റിസർവേഷനുള്ള ട്രെയിനുകളൊന്നും ഉണ്ടാകുന്നില്ല. അൺറിസർവ് ട്രെയിനിൽ പൊക്കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാവുന്നതാണ്, പോകാൻ പാടില്ലാതൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺറിസർവ് ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ ലഗേജും അതൊക്കെ നമ്മൾ നോക്കിയും കണ്ട് ഇരിക്കേണ്ടി വരും. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ടി വരും ഫുൾ ടൈം. റിസർവേഷനിലാണെങ്കിൽ നമുക്ക് ഓടി നടന്ന വീഡിയോസ് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ യശ്വന്ത്പൂരിലേക്ക് കയറി. അപ്പുറത്തെ സൈഡിലുള്ളതാണ് തുംകൂറിലേക്ക് പോകുന്ന മെയിൻ ലൈൻസ്. അപ്പുറത്തെ പാലത്തിന് മുകളിൽ വീണ്ടും ട്രാഫിക് ബ്ലോക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആ പാലം ചെന്ന് ഇറങ്ങുന്ന ഒരു സിഗ്നലിലാണ്. ഗോരകുണ്ടേപ്പാളയം എന്ന് പറഞ്ഞ നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനിലേക്കാണ് പോയി കയറുന്നത്. അപ്പോൾ അവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ താഴെക്കൂടെ വരുന്ന ഡബിൾ ലൈനാണ് തുംകൂർ എന്നുള്ള മെയിൻ ലൈന്. ഷിമോഗ ടൗൺ യശ്വന്ത്പൂർ താഴ്ഗുപ്പ എന്നെഴുതിയ ഒരു റേക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. താഴ്ഗുപ്പ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കണം. നല്ല ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കയറി താഴ്ഗുപ്പയിൽ പോകാം. താഴ്ഗുപ്പ എന്ന് പറയുന്നത് ഷിമോഗ കഴിഞ്ഞ് പിന്നെയും പോകണം. ജോഗ് ഫോൾസിനടുത്താണ് ഈ താഴ്ഗുപ്പ എന്ന് പറയുന്ന സ്ഥലം. ഇത് എവിടെയാണ് ഡബിളിങ് നടക്കുന്നത്. ഡബിളിങ്ങിൻ്റെ വർക്കൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. ഈ കാണുന്നതാണ് ഡബിളിങ് വർക്ക്. ലാൻഡ് ലെവലിംഗ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ, രണ്ട് റേക്കുകളിൽ നടുക്കായിട്ട് ലോക്കോ പെട്ട് കിടക്കുന്നുണ്ട്. കൃഷ്ണരാജപുരത്തിൻ്റെ 40329 ആണ് ഈ ലോക്കോ. മിക്കവാറും ആ റേക്കിനെ, ആ ബാക്കി കാണുന്ന റേക്കിനെ ഷണ്ട് ചെയ്ത ലോക്കോ ആയിരിക്കും. അത് ഷണ്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. അതിൻ്റെ ഫ്രണ്ടിലേക്ക് അവർ അടുത്ത റേക്ക് കൊണ്ടുവന്നിട്ടു. ഈ റേക്ക് വിജയപുര, യശ്വന്ത്പൂർ, സിന്ധനൂർ, യശ്വന്ത്പൂർ, ഹിന്ദുപൂർ. ഈ വിജയപുര യശ്വന്ത്പൂർ എക്സ്പ്രസ് അധികം താമസിച്ചത് പെർമനൻറ്റ് ട്രെയിനാണ്. ഇപ്പോൾ അത് സ്പെഷ്യലായിട്ടാണ് ഓടുന്നത്. എനിക്ക് ഡിസംബർ ഫസ്റ്റ് വീക്ക് മുതലാണ് റെഗുലർ ട്രെയിനാവുന്നത്. എനിക്ക് ശരിക്കും KSR ബാംഗ്ലൂരിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇവിടുന്ന് വേറെ ട്രെയിനുകളൊന്നും കണക്ഷനൊന്നുമില്ല. മെട്രോ കയറി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇത് 40066 കൃഷ്ണരാജപുരത്തിന് WDP 4B ആണ് ലോക്കോ.
അതിന് അപ്പുറത്തോട്ടാണ് പിറ്റ് ലൈനുകൾ, കോച്ചിങ് യാർഡ്. അപ്പുറത്തൊരു റോയപ്പുരം അല്ല ഈറോഡ് വാപ്പ് 7 കിടക്കുന്നുണ്ട്. അതിന് ബാക്കിൽ ഒരു റേക്കും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പിറ്റ് ലൈനുകൾ. ഇതാണ് ഇവിടുത്തെ കോച്ചിങ് ഡിപ്പോ. കോച്ചിങ് ഡിപ്പോ POH ഷെഡാണ് ആ കാണുന്നത്. ഇന്ന് എനിക്ക് തോന്നി റേക്ക് മെയിൻ്റനൻസിന് കയറും തോന്നുന്നു. ഇന്ന് ശനിയാഴ്ചയല്ല, ഇന്ന് റിട്ടേൺ ഡിപ്പാർച്ചർ ഇല്ല. ഇതിപ്പോൾ നാളെ റിട്ടേൺ പോകുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഇന്ന് മിക്കവാറും ഇത് ഷണ്ട് ചെയ്ത് നേരെ യാർഡിലേക്ക് കൊണ്ടുപോയി മെയിൻ്റനൻസിന് കയറുമായിരിക്കും. ഇതാണ് സ്റ്റേഷൻ്റെ മറുപുറം. നമ്മുടെ പ്ലാറ്റ്ഫോമിലെല്ലാം മറ്റേ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം വരുന്നത്. 6ലേക്കാണ് കയറുന്നത്. ഇവിടെ കിടക്കുന്ന ട്രെയിനുകളൊക്കെ ഏതൊക്കെയാണോ? WDയും 3D ആയിരുന്നു പണ്ടൊക്കെ. മെയിൻ ലൈൻ സൂപ്പർ സ്റ്റാറുകളായിരുന്നു. ഇപ്പോൾ ഇതാണ് പണി. ഇവിടെയാണ് യശ്വന്ത്പൂരിലെ പുതിയ പാർസൽ ഓഫീസ് വരുന്നതെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് കയറണം. പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് യശ്വന്ത്പൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ് പതിവ് പോലെ. സമയം 9:37 ആയിട്ടുള്ളൂ. 9:45 നമ്മുടെ ഷെഡ്യൂൾ അറൈവൽ ടൈം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ പകുതിയും അടച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ പകുതി അടച്ചു വെച്ചിരിക്കുകയാണ് വർക്കിന് വേണ്ടി. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് സ്റ്റേഷന് പുറത്തേക്കുള്ള വഴി. ഞാൻ ലോക്കോ കാണാൻ പോകുന്നില്ല, കാര്യം പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കാണ്. അവിടെ വരെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമുക്കിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു മെട്രോ ട്രെയിൻ പിടിച്ചങ്ങ് പോയേക്കാം. അതായിരിക്കും നല്ലത്. പിന്നെ പുറത്തിറങ്ങി ഉടനെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. മെട്രോ സ്റ്റേഷൻ മെട്രോ പിടിച്ചങ്ങ് പോകാം. അതാകുമ്പോൾ പിന്നെ ഓട്ടോക്കാരും ബസ്സുകാരും ഒന്നും നമ്മൾ നോക്കണ്ട. ഇതാണ് യശ്വന്ത്പൂർ സ്റ്റേഷൻ ഇന്നത്തെ അവസ്ഥ. മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ റീഡെവലപ്മെൻ്റ് ആണ്. ഒരു 5 വർഷം മുമ്പാണ് ഒന്ന് റീഡെവലപ്പ് ചെയ്ത്, ഇപ്പോൾ വീണ്ടും റീഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഓട്ടോ സാറന്മാരെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിലാണ് യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ പിടിച്ചങ്ങ് പോയേക്കാം. അപ്പോൾ ഫോക്സ്, നമ്മൾ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് രേഖപ്പെടുത്തുക. അതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. Sandal Soap Factory. Next station is Sandal Soap Factory. ഈ വീഡിയോ ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. നമ്മൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പ്ലാറ്റ്ഫോം ചാനലിൽ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളൊക്കെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമായിരിക്കും. വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another video. Until then, bye bye.